ഹലോ എവരിവൺ. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് CSS കോഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് 3 വേസ് ആണ് നമുക്ക് ഉള്ളത്. CSS കോഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ CSS ഉണ്ട്, ഇന്റേണൽ CSS ഉണ്ട്, ഇൻലൈൻ CSS ഉണ്ട്. അതിന് ഫസ്റ്റ് എക്സ്റ്റേണൽ CSS എങ്ങനെ ചെയ്യാം എന്നതാണ്. എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് എങ്ങനെ CSS കോഡ് കൊടുക്കാം എന്നതാണ് നോക്കുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തായിട്ട്, അതായത് പുറത്തായിട്ട് നമുക്ക് എങ്ങനെ CSS കോഡ് കൊടുക്കാവുന്നതാണ്. വിത്ത് ആൻ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ് യു ക്യാൻ ചേഞ്ച് ദ ലുക്ക് ഓഫ് an entire website by changing just one file. Each HTML page must include a reference to the external style sheet file inside the link element inside the head section. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള, നമ്മൾ ഇതിന് മുന്നേ പഠിച്ച എക്സാമ്പിളിലൊക്കെ നമ്മൾ ഹെഡ് കഴിഞ്ഞിട്ട് എന്ത് ഓപ്പൺ ചെയ്തു? സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്തു. അതിലാണ് നമുക്ക് CSS കോഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് സ്റ്റൈൽ ടാഗ് ക്ലോസ് ചെയ്യുന്നു, ഹെഡ് ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം ബോഡി ഓപ്പൺ ചെയ്യുന്നു. അതായത് ആ ഒരു HTML പേജിൽ തന്നെ ആയിരുന്നു CSSന്റെ കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. CSSന്റെ കോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ആയിരുന്നു നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന് പകരം എക്സ്റ്റേണൽ CSS എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കണം CSS. അതായത് വേറൊരു പേജിൽ നമ്മൾ കൊടുക്കണം, CSS മാത്രം വേറൊരു പേജിൽ കൊടുക്കണം. അതിനാണ് എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതില് ഇതൊരു HTML കോഡ് മാത്രമുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അതിൽ ബോഡി ഉണ്ട്, ബോഡി പാർട്ടിൽ H1 ഉണ്ട്, P ടാഗ് ഉണ്ട്, ബോഡി ക്ലോസ് ചെയ്തിട്ടുണ്ട്, HTML ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു HTML-നെ, അതായത് നമ്മൾ HTML സേവ് ചെയ്യുമ്പോൾ ഈ ഒരു HTML-ന്റെ പേര് a.html ആണെന്ന് സപ്പോസ് കരുതുക, a.html. അതേപോലെ ഇപ്പൊ HTML പ്രോഗ്രാം നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് HTML എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആണ് യൂസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, HTML യൂസ് ചെയ്യും, അല്ലെങ്കിൽ HTM യൂസ് ചെയ്യും. അതേപോലെ CSSന്റെ കോഡ് മാത്രം എഴുതിയാൽ, ഇങ്ങനെ സേവ് ചെയ്യുമ്പോൾ HTML-ന്റെ കോഡ് എഴുതുമ്പോഴാണ് ഇങ്ങനെ HTML എന്ന് വെച്ചിട്ടുള്ള എക്സ്റ്റൻഷൻ വെച്ചിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. CSSന്റെ കോഡാണെങ്കിൽ .css എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഓരോ ലാംഗ്വേജിനും ഓരോ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ CSS ആകുമ്പോൾ .css, അതായത് എന്താണ് ആ ഒരു പേജിന്റെ പേര്. A ആണെങ്കിൽ a.css, b.css, first.css. നമുക്ക് ആ ഒരു CSS കോഡിന്, ആ ഒരു പേജിന്, ആ ഒരു ഡോക്യുമെന്റിന് എന്ത് പേരാണ് കൊടുക്കേണ്ടത്, അതേ .css. അങ്ങനെയാണ് CSS സേവ് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ CSS കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. അപ്പൊ ഇവിടെ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും? രണ്ട് ഡോക്യുമെന്റ് ഉണ്ടായിരിക്കും. ഒന്ന് HTML-ന്റെ കോഡ് മാത്രം എഴുതിയതും, ഒന്ന് CSS-ന്റെ കോഡ് മാത്രം എഴുതിയതുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിന്റെ HTML-ന്റെ കോഡ്, ഇതാണ് ഇതിന്റെ CSS-ന്റെ കോഡ്. അപ്പൊ നമ്മൾ ഇതിൽ ഈ ഒരു CSS എന്തൊക്കെ സ്റ്റൈലാണ് ചെയ്യേണ്ടത്, അതൊക്കെ എവിടെ കൊടുക്കേണ്ടത്? ഈ ഒരു CSS-ന്റെ ഈ ഒരു പാർട്ടിലാണ് കൊടുക്കേണ്ടത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ബോഡി ബാക്ക്ഗ്രൗണ്ട് കളർ ഈക്വൽ ടു ലൈറ്റ് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. അതായത് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്റ്റൈൽ ഈ ഒരു ബോഡി എന്ന് പറയുന്ന എലമെന്റിനാണ്. ബോഡി കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തു, എന്താണ് അപ്ലൈ ചെയ്തത്? ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്തു. അതുപോലെ അടുത്തത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു H1-നാണ് നമ്മൾ സ്റ്റൈൽ ആക്കിയിട്ടുള്ളത്. H1 കേർലി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ട് കളർ നേവി കൊടുത്തു, മാർജിൻ ലെഫ്റ്റ്. ഇതൊക്കെ ഓരോ പ്രോപ്പർട്ടീസ് ആണ്, അതൊക്കെ പഠിക്കും. അപ്പൊ ഇങ്ങനെ ബോഡിക്കും H1-നും നമ്മൾ എന്താക്കിയിട്ടുണ്ട്? സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൽ നമുക്ക് CSS-ന്റെ കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ടാഗുകളൊന്നും ഉണ്ടായിരിക്കില്ല, സ്റ്റൈൽ ടാഗോ അതൊന്നും ഉണ്ടായിരിക്കില്ല. നമുക്ക് ഇതിൽ എന്തുണ്ടാവുള്ളൂ? CSS-ന്റെ കോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പേര് .css എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിലാണ്, ആ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒരു HTML ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനുശേഷം ഒരു CSS ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു CSS-ലുള്ള സ്റ്റൈലുകളൊക്കെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷെ ഇതിന് എങ്ങനെ ഇതറിയാം? ഇതാണ് ഈ ഒരു CSS-ലുള്ള സ്റ്റൈൽ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ എലമെന്റിന് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് എങ്ങനെ അറിയും? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം, ഒന്ന് കണക്ട് ചെയ്യണം. ഈ HTML ഡോക്യുമെന്റിനെയും അതുപോലെ ഈ ഒരു CSS ഡോക്യുമെന്റിനെയും കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹെഡിൽ HTML കോഡ് എഴുതിയിട്ടുള്ള ആ ഡോക്യുമെന്റിലോട്ട് പോവാം. അതിൽ ഹെഡിന് ശേഷം ലിങ്ക് അതിലുള്ള ഒരു അട്രിബ്യൂട്ട് ആൻഡ് റിലേഷൻ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് ഇതേപോലെ കൊടുക്കുക. എന്നിട്ട് hrefന്റെ ഉള്ളിൽ ഏതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള CSS, ഏത് ഡോക്യുമെന്റ് ആണോ, CSS-ന്റെ പേരെന്താണോ ആ ഒരു ഡോക്യുമെന്റിന്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡോക്യുമെന്റിലുള്ള സ്റ്റൈലാണ് അപ്ലൈ ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ CSS അപ്ലൈ ചെയ്യാം, നമുക്ക് HTML കോഡിൽ കൊടുക്കാൻ കഴിയും. ഫസ്റ്റ് പറയുന്നത് എക്സ്റ്റേണൽ CSS ആണ്. അപ്പോൾ എക്സ്റ്റേണൽ CSS പറഞ്ഞാൽ HTML കോഡ് വേറെ ഒരു ഡോക്യുമെന്റിൽ, അതുപോലെ CSS-ന്റെ കോഡ് വേറെ പേജിൽ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്ക് ലിങ്ക് ചെയ്യിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ലിങ്ക്
റെൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് HRFന്റെ ഉള്ളിൽ എന്ത് കൊടുക്കുക, നമ്മൾ എന്ത് പേരിലാണോ ആ ഒരു ഡോക്യുമെന്റ് CSS ഡോക്യുമെന്റ് സേവ് ആക്കിയിട്ടുള്ളത് അതിന്റെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ഇത് പേര് മാറിപ്പോയാൽ ഇവിടെ ഒന്നും ഡിസ്പ്ലേ ചെയ്യില്ല. ഇവിടെ ഇപ്പൊ ഈ പേര് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പേജിൽ എന്തൊക്കെ നമ്മൾ സ്റ്റൈൽ അട്രിബ്യൂട്ട്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവിടെ ഈ ഒരു HTML റൺ ചെയ്യുന്ന സമയത്ത് H1ഉം Pയിലും ബോഡിയിലും അപ്ലൈ ചെയ്യുന്നതാണ്. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തത് അതിന്റെ ഔട്ട്പുട്ട് ആണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് വന്നു, ബ്ലൂ വന്നു. അതുപോലെ ഓരോന്നിനും നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോന്നിനും സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് ഇന്റേണൽ CSS. അപ്പോൾ നമ്മൾ ഇതുവരെ നേരത്തെ എക്സാമ്പിളിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇന്റേണൽ CSS ആണ്. അതായത് നമ്മൾ അതിന് മുന്നേ പഠിച്ചത് ഇന്റേണൽ CSS ആണ്. ആൻഡ് ഇന്റേണൽ സ്റ്റൈൽ ഷീറ്റ് മേ ബി യൂസ്ഡ് ഇഫ് വൺ സിംഗിൾ HTML പേജ് ഹാസ് യൂണീക്ക് സ്റ്റൈൽ. അതായത് ഇത് ഈ ഇന്റേണൽ CSSൽ HTML കോഡും അതുപോലെ CS കോഡും ഒക്കെ ഒരേ ഡോക്യുമെന്റിലായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം ഇന്റേണൽ ഐറ്റം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗാണ് ഇതിന് വേണ്ടത്. അതായത് ഹെഡിന്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ഓപ്പൺ ചെയ്യണം. അത് നമ്മൾ സ്റ്റൈൽ ചെയ്യേണ്ട സാധന പ്രോപ്പർട്ടീസ് കൊടുത്ത ശേഷം ക്ലോസ് ചെയ്യും വേണം. അപ്പൊ ഇവിടെ അതിന് ശേഷം ബോഡി പാർട്ടിൽ നമ്മൾ HTMLന്റെ എലമെന്റ്സ് കൊടുക്കുന്നു. അതിന് സ്റ്റൈൽ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു എലമെന്റിന്റെ ഉള്ളിലായിരിക്കും കൊടുക്കേണ്ടത്. അപ്പം ഇന്റേണൽ ആകുമ്പോൾ HTML കോഡും CSS കോഡും സെയിം ഡോക്യുമെന്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ ഈ ഒരു HTML കോഡിൽ ഈ ഒരു CSS കോഡ് കൊടുക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഉള്ളിലാണ് നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നത്, CSSന്റെ കോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. അടുത്തതാണ് ഇൻലൈൻ CSS. ഇൻലൈൻ CSS എന്ന് പറഞ്ഞാൽ രണ്ടിൽ നിന്നും വ്യത്യാസമാണ്. അതായത് ഓരോ മേ ബി യൂസ്ഡ് ടു അപ്ലൈ എ യുണീക്ക് സ്റ്റൈൽ ഫോർ എ സിംഗിൾ എലമെന്റ്. ഒരു സിംഗിൾ എലമെന്റിന് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് യുണീക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാനാണ് നമുക്ക് ഇൻലൈൻ CSS യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്ക് H1 ഉണ്ട്, P ഉണ്ട്. അപ്പൊ H1ന് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വരുമ്പോൾ ഇതൊരു ആട്രിബ്യൂട്ട് ആണ്. നമ്മളിങ്ങനെ ഇതെന്താണ് ഇന്റേണലി ഇത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇതൊരു എലമെന്റ് ആണ്. പക്ഷെ ഇവിടെ H1ന്റെ ഉള്ളിൽ ഇതൊരു സ്റ്റൈൽ ഇങ്ങനെ കൊടുത്താൽ ഇതെന്തായിരിക്കും, ഇതൊരു ആട്രിബ്യൂട്ട് ആയിട്ടാണ് മാറുന്നത്. അപ്പം H1ൽ സ്റ്റൈൽ ഈക്വൽ ടു നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്, ഡബിൾ കോട്ടിനുള്ളിൽ സെപ്പറേറ്റ് സെമി കോളൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ ഈ ഒരു ഡബിൾ കോട്സിനുള്ളിലാണ് കൊടുക്കേണ്ടത്. ഓരോ എലമെന്റിന്റെ ഉള്ളിലും യുണീക്ക് ആയിട്ട് സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇൻലൈൻ CSS എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെ വേസിൽ നമുക്ക് CSS അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇന്റേണൽ CSS ഉണ്ട്, എക്സ്റ്റേണൽ ഉണ്ട്, ഇൻലൈൻ ഉണ്ട്. എക്സ്റ്റേണൽ ആകുമ്പോൾ HTML കോഡും CSS കോഡും സെപ്പറേറ്റ് ഡോക്യുമെന്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് തമ്മിൽ എന്ത് ചെയ്യണം, കണക്ട് ചെയ്യണം. അതിന് ലിങ്ക് റെൽ ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, അതുപോലെ HRF ഈക്വൽ ടു ആ ഒരു CSS കോഡിന്റെ പേജിന്റെ പേര്. ഇന്റേണൽ ആകുമ്പോൾ അത് സെയിം ഡോക്യുമെന്റിൽ തന്നെ ആയിരിക്കും HTML കോഡും CSS കോഡും ഉണ്ടായിരിക്കാം. പക്ഷെ ഹെഡിന്റെ ഉള്ളിൽ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഈ ഒരു CSS കോഡ് കൊടുക്കുന്നത്. അതുപോലെ ഇൻലൈൻ CSS ആകുമ്പോൾ ഓരോ എലമെന്റിനും നമ്മൾ സെപ്പറേറ്റ് എന്ത് കൊടുക്കുകയാണ്, സ്റ്റൈൽ ആട്രിബ്യൂട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.